ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. അതുപോലെ തന്നെ ആരും കൂടുതലായിട്ട് ചെയ്ത് കാണിക്കാത്ത ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് ചെയ്തിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടല്ല, പച്ച കപ്പ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കപ്പ കൊണ്ട് തയ്യാറാക്കുമ്പോൾ സാധാരണ നമ്മൾ കപ്പ പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കാറ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പച്ച കപ്പ വെച്ചിട്ട് വളരെ സിമ്പിളായ രീതിയിലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പച്ച കപ്പ വെച്ചിട്ട് പുട്ട് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കപ്പ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഗ്രേറ്ററിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ നല്ല തിന്നായ രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെന്ത് ചെയ്യുക, ഇത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവും. നമ്മൾ പച്ച കപ്പ നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലപോലെ കയ്യിൽ വെച്ച് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കണം, ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പുട്ടുണ്ടാക്കി വരുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പുട്ട് നല്ലപോലെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ തേങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കാൻ എടുക്കുന്ന കപ്പ എപ്പോഴും ഫ്രഷ് ആയതിന് എടുക്കുക. നമ്മൾ 2 ദിവസമൊക്കെ പഴകിയതൊക്കെ ആണെങ്കിൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടത് ഇത്രയും വെള്ളം ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒട്ടലായിരിക്കും, നമ്മളൊരു പശ പോലെ ഒരു ഒട്ടലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അതിനേക്കായി ഒന്നും കൂടി പെർഫെക്റ്റായിട്ട് കിട്ടുക നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോഴാണ്. അരിപ്പൊടി ചേർക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഏത് കൂടുതലായിട്ടൊന്നും ചേർക്കരുത്, ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം. ഇതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഉപ്പൊക്കെ നല്ലപോലെ എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചേരുക. അതുപോലെ തന്നെ ഈ അരിപ്പൊടിയൊക്കെ കപ്പൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ട് ഇതുപോലെ ഒന്ന് പുട്ടുപൊടി പോലെ ഒന്നായി കിട്ടണം. നമ്മൾ പുട്ടുപൊടി നനച്ചെടുത്താലേ എങ്ങനെയായിരിക്കും അതേ ഒരു രീതിയിലായി കിട്ടണം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒന്നും കട്ട പിടിച്ചിട്ടില്ല. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഈ കപ്പ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുകുറ്റിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പ ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതലായിട്ട് ചേർത്തുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു സമയത്ത് നോർമലായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ തട്ടി കൊടുത്തിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ടൈം കൂടുതലാണ്, ഏകദേശം ഒരു 5 മിനിറ്റോളൊക്കെ വേവിച്ചെടുക്കണം. അപ്പോഴേ ഇത് റെഡിയായി കിട്ടുള്ളൂ. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ, അപ്പോഴേ പെട്ടെന്ന് ആവി കയറി കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിൽ 2 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴുള്ളൂ മുഴുവനായിട്ട് നമ്മുടെ പുട്ട് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ അത് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് നേരം ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം 3 മിനിറ്റ് നേരം. അപ്പോൾ അതാ 3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഈ ഒരു പുട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. കട്ടൻ ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പുട്ട് എന്ന് പറഞ്ഞാൽ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ചൂടോട് കൂടെയാണ് ഈ ഒരു കപ്പപ്പുട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പുട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ച കപ്പ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നോർമലായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും, ആ ഒരു രീതിയാണ്, കൂടുതൽ മെനക്കേടൊന്നുമില്ല. അപ്പോൾ പച്ച കപ്പ വെച്ചിട്ട് ഇതുപോലെ പുട്ട് തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം.